ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടുണ്ടോ? കുരു പൊട്ടുന്നവർക്കാണ് പൊട്ടുക. ഞങ്ങൾ നീർച്ച നടത്തും. ബദിരിങ്ങളെ ആണ്ട് നീർച്ച ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ നടത്താറുണ്ട്. അതുപോലെ ഇനി നടത്തും. ഇതാരാണ് അപ്പൊ ബാപ്പുട്ടിയെ? അനക്കൊരു ശിഷ്യനുണ്ടോ? ബാപ്പുട്ടിന്റെ ശിഷ്യനാണ് ഇത്. ശരിക്കും പണ്ടാരി അവിടെ സുലയ്യാക്കാണ്. സുലയ്യാക്കാന്റെ ശിഷ്യന് ബാപ്പുട്ടി, ബാപ്പുട്ടിന്റെ ശിഷ്യന് റാഫി. മുത്താപ്പാന്റെ ഓർമ്മയിൽ എത്ര വർഷമായിട്ടാണ് നടത്തി വരാറുള്ളത്? എനിക്ക് ബുദ്ധി വെക്കണ അന്ന് മുതലുണ്ട് ഈ നേർച്ച പരിപാടി ഇല്ലേ? ബദിരീങ്ങളെ നേർച്ച പരിപാടി. നമ്മളെ ഇവിടത്തെ നേർച്ച എത്ര വർഷമായി നടത്തി വരാറുണ്ട്? എനിക്ക് ഓർമ്മയില്ല കാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് അല്ലേ? എല്ലാ നേർച്ച ഇവിടെ കഴിച്ചല്ലേ? എല്ലാ നേർച്ച ഇവിടെ കഴിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പറയണത്. പള്ളിത്തെ മൗലൂദ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ പിന്നെ ഉദ്ഘാടനം ഉണ്ടത് നമ്മളെ മഹല്ല് കാവ്യാണ്. കൊടുത്തോളി ഉസ്താദിന്റെ ഉദ്ഘാടനം കേട്ടോ കണ്ടത്. അപ്പൊ ഇന്ന് പാക്കിങ്ങിന് നമ്മുടെ അദ്ദുനിയാക്കൊക്കെ ഉണ്ട് കേട്ടോ. അദ്ദുനിയാക്ക് ഇവിടെ സജീവമായിട്ടുണ്ട്. അപ്പൊ മക്കളെ ബീഫൊക്കെ റെഡി ആയി പാക്കാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കവർ ഉണ്ടല്ലോ, ഇത് ചൂടിൽ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ലാത്ത കവറാണ് കേട്ടോ. പ്രശ്നമില്ലാത്ത എന്തൊക്കെ ചോദിച്ചാൽ പറയാം, ചൂടില് പ്രശ്നമില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിനിങ്ങനെ കമന്റ് ഇടാൻ നിൽക്കണ്ട. ഇപ്പൊ എന്തായി? ഇതിപ്പോ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡിയായോ? കുറച്ച് മസാല കൂട്ടിയാൽ നോക്കാനും പറ്റും. നോമ്പാണ്. ഇത് നോമ്പൊക്കെ നോക്കില്ലേ? കൊറേ നേരം എന്താ കാട്ടിന് മാപ്പിട്ടിയെ? ചെമ്പ് മാറ്റിയാണ്. എവിടേക്ക് മാറ്റണ്? ചെമ്പ് ജയിക്ക കോരിയിടണപ്പോ എന്നാ വേണ്ട കോരിയിട്. ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഇളക്കിയും കൊണ്ട് എന്താ സംഭവം എന്നറിയോ? ഇന്ന് ബദരീങ്ങളെ തീർച്ചയായിട്ടും ബദർ യുദ്ധം നടന്ന ദിവസമാണ്. അപ്പൊ ഒന്ന് 1200 കിലോ ബീഫാണ് ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വൈകുന്നേരം പത്തിരി കൊണ്ടുപോകും. പത്തിരിയും കൊടുത്തിട്ട് മൗലൂദിന് ശേഷം ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ. അപ്പൊ ഇതിന്റെ വിശേഷം നമുക്ക് കണ്ടുനോക്കാം. 1200 കിലോ ബീഫൊക്കെ ഇവിടെ കൈകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് റെഡിയാക്കണത് വാപ്പുട്ടി കേട്ടോ. നമ്മളെ വാപ്പുട്ടി സുലയ്യാക്കാണ് ഇന്നത്തെ മെയിന്. ശരിക്കും അടുപ്പ് വെച്ചോ? ഫസ്റ്റ് ചെമ്പ് ഇതാ. ഫസ്റ്റ് ചെമ്പ് അടുപ്പിന്റെ മുകളിലേക്ക് കയറ്റാൻ പോവാ കേട്ടോ. ഈ സുലയ്യാക്ക വെച്ച് ബിസ്മില്ല. അപ്പൊ മക്കളെ, നമ്മളെ ബീഫിന്റെ ഫസ്റ്റ് ചെമ്പ് ഇതാട്ടോ നിറഞ്ഞിക്കണേ. മൊത്തത്തിൽ ഒരു 5-6 ചെമ്പുണ്ടാവും അല്ലേ കുട്ടിയെ? അപ്പൊ ബീഫൊക്കെ ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. വാപ്പുട്ടിയെ, എത്ര കിലോനാണ് ബീഫ് വെക്കണത്? 1200 കിലോ. 1200 കിലോനോ? എത്ര ചെമ്പിലാ? 6 ചെമ്പുണ്ട് ഇവിടെ. 6 ചെമ്പില് 1200 കിലോ അല്ലേ? ഇപ്പൊ ഇത് എങ്ങനെയായി സെറ്റായോ? സെറ്റായി കൊണ്ടിരിക്കണുള്ളൂ. ഇനി ഇതിക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇടണം. ആരാണ് വെക്കണത്? മെയിന് അനീഫായും സുലയ്യാക്കി എല്ലാരും ഉണ്ട് അല്ലേ? ബാപ്പുട്ടിയാണ് കേട്ടോ ഇന്ന് മെയിന്. ഇതാണ് നമ്മളെ മെയിൻ ആസാൻ ഇതാക്കണേ. സുലയ്യാക്കയാണ്. സുലയ്യാക്ക ഇപ്പൊ ഉപ്പിട്ട് കൊണ്ട് കേട്ടോ. ഇതിലെ ശിഷ്യനാണ് ഇതാക്കണേ മഞ്ഞപ്പൊടി ഇടുന്നത്. പഠിച്ചിനുള്ളൂ. ആസാൻ എന്താ മുണ്ടാത്തപ്പോ? ഊമയാണോ? ബീഫൊക്കെ നമ്മളെ സെറ്റായി ഇതാ വെന്തും കൊണ്ട് കേട്ടോ. നമ്മളത് സുലയ്യാക്കത് അവിടെ ഉണ്ട്. ഇതാ ചെമ്പളൊക്കെ 6 ചെമ്പാണ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കണേ. നമ്മൾ ഉമ്മറാക്കി ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മറാക്ക, നമ്മളെ ഇവിടത്തെ നേർച്ച എത്ര വർഷമായി നടത്തി വരാറുണ്ട്? എനിക്ക് ഓർമ്മയില്ല കാലത്ത് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് അല്ലേ? എല്ലാ നേർച്ച ഇവിടെ കഴിച്ചല്ലേ? എല്ലാ നേർച്ച ഇവിടെ കഴിച്ചിട്ടുണ്ട് ഉമ്മറാക്ക പറയണത്. ഇതിപ്പോ എത്ര കിലോ ഉണ്ട് ഇന്നത്തെ? 1200 കിലോ. പിന്നെ ബീഫ് മാത്രം. പത്തിരി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും അല്ലേ? അത് പിന്നെ അസറിന് ശേഷം മൗലൂദിന് ശേഷം കൊടുക്കും. അപ്പൊ നമ്മളെ ശിഷ്യന് ഇതവിടെ
ഒക്കെ സെറ്റാക്കി കൊണ്ട് കേട്ടോ. ചെമ്പ് നിറഞ്ഞു പോവുകയാണ്. ചെമ്പ് നിറഞ്ഞു കൊണ്ടോ? അന്റെ ഇളക്കിക്കോട്ടെ, ഇളക്ക് ശരിക്കും ഇളക്ക്. ഇങ്ങോട്ട് മാറ്റിയിടുക. ഇത് മൂത്താപ്പയുണ്ട്, എന്റെ മൂത്താപ്പയാണ്. മൂത്താപ്പ, ഈ നീർച്ചനെ കുറിച്ചിട്ട് എന്താ പറയാല്ലേ? പിന്നെ ഒക്കെ പുതിയ പിന്നെ പണ്ടാരികളാണ്. പുതിയ പണ്ടാരികൾ ആരുമില്ല, പുതിയ പണ്ടാരികളാണ് നീർച്ചക്ക്. മൂത്താപ്പൊക്കെ വെച്ചില്ലത് മൂത്താപ്പി വെച്ചിരുന്നു. എന്റെ അനിയ അബ്ബാസ്, ഞങ്ങള് പിന്നെ എന്റെ അനിയൻ പിന്നെ ഉമ്മറ്, അനീഫ. ഇത് മൂത്താപ്പാന്റെ ഓർമ്മയിൽ എത്ര വർഷമായിട്ടാ നടത്തി വരാറുള്ളത്? ഇത് എനിക്ക് ബുദ്ധി വെക്കണ അന്ന് മുതലുണ്ട് ഈ നേർച്ച പരിപാടി ഇല്ലേ? ബദരീങ്ങളെ നേർച്ച പരിപാടി. ഇത് നമ്മൾ അനി ചെമ്പ് മാറ്റി അപ്പുറത്തേക്ക് ഇടുക കേട്ടോ. ഇത് ഓവർ ആയതുകൊണ്ടേ. ഇതാരാണ് അപ്പൊ വാപ്പുട്ടിയെ? അനക്കൊരു ശിഷ്യനുണ്ടോ? വാപ്പുട്ടിന്റെ ശിഷ്യനാണ് ഇത്. ശരിക്കും പണ്ടാരിയുടെ സുലയ്യാക്കാണ്. സുലയ്യാക്കാന്റെ ശിഷ്യന് വാപ്പുട്ടി, വാപ്പുട്ടിന്റെ ശിഷ്യന് റാഫി. ഇതെന്താ വാപ്പുട്ടിയാടനെ? ഉലുവനെ കാണുമ്പോ പൊട്ടുണ്ടോ? ഒരു പൊട്ടുന്നവർക്കാണ് പൊട്ടുക. ഞങ്ങൾ നീർച്ച നടത്തും. ബദിരീങ്ങളെ ആണ്ട് നീർച്ച ഞങ്ങൾ എല്ലാ വർഷവും അവിടെ നടത്താറുണ്ട്. അതുപോലെ ഇനി നടത്തും. അല്ല വാപ്പുട്ടിയെ, ഇപ്പൊ എന്തായി? ഇതിപ്പോ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡിയായോ? കുറച്ച് മസാല കൂട്ടിയാൽ നോക്കാനൊന്നും പറ്റും, നോമ്പാണ്. ഇത് നോമ്പാ? ഇത് നോമ്പൊക്കെ നോക്കില്ലേ? നോമ്പ്. അപ്പൊ നമ്മളെ ബീഫൊക്കെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് പിന്നെ പാക്കിങ് ആക്കണം. പാക്കിങ് ആക്കി കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ പത്തിരി കൊണ്ടുവരും. പത്തിരി കൊണ്ടുവന്നതിന് ശേഷം ആളുകൾക്ക് ഇത് മിക്സ് ആക്കിയിട്ട്, പത്തിരിയൊക്കെ മിക്സ് ആക്കിയിട്ട് ആളുകൾക്ക് ഈ ബീഫ് പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടോ. മൗലൂദിന് ശേഷമാണ് കൊടുക്കുക. 4 മണിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൗലൂദിന് ശേഷം കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഒക്കെ സെറ്റാണെല്ലാം. പോരട്ടെ 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 പോരട്ടെ. ബീഫൊക്കെ റെഡിയായി പാക്ക് ചെയ്ത് കൊണ്ട് കേട്ടോ. അപ്പൊ ഈ പാക്ക് ചെയ്യണ കവർ നിങ്ങള് ചൂടായി കഴിഞ്ഞാൽ പ്രശ്നം വരാത്ത കവറാണ്. ഇത് അവിടെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അലംസാക, ചൂടിന് പ്രശ്നമില്ല ഈ കവറ്? ചൂടൊന്നും പ്രശ്നമില്ലാത്ത ആ കവറാണ് കേട്ടോ. നിങ്ങള് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഇന്ന് പാക്കിങ്ങിന് നമ്മുടെ അദ്ദുനിയാക്കൊക്കെ ഉണ്ട് കേട്ടോ. അദ്ദുനിയാക്ക് ഇവിടെ സജീവമായിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. ഇത് പിന്നെ ചൂടായാല് ഒരു കുഴപ്പം വരാത്ത കവറല്ലേ? ഒരു കുഴപ്പമില്ലാത്ത കവറാണ്. ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കവറിൽ ബീഫാക്കി എന്ന് പറയരുത് കേട്ടോ. പിന്നെ ചൂടുമില്ല, അല്ലാതെ ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആളുകൾ വരിക, കൊടുക്കുക. പള്ളിക്കത്തെ മൗലൂദൊക്കെ കഴിഞ്ഞു. ആളുകൾ ഇവിടെ നിസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സാധനമാണ് കൊടുക്കട്ടെ എല്ലാവർക്കും. മൗലൂദൊക്കെ കഴിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങിട്ടോ. അപ്പോൾ ഇവിടെ നേർച്ച വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ റെഡി ആയി നിൽക്കുന്നത്. അവിടെ പത്തിരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പള്ളിയത്തെ മൗലൂദ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ പിന്നെ ഉദ്ഘാടനം ഉണ്ടത് നമ്മളെ മഹല്ല് കാവ്യാണ്. കൊടുത്തോളി കൊടുത്തോളി. ഉസ്താദിന്റെ ഉദ്ഘാടനം കേട്ടോ കണ്ടത്. വരിക്കടാ വരിക്കടാ.
അത്